ഇന്നൊരു വിളവെടുപ്പ് വീഡിയോ കാണിക്കാൻ വേണ്ടി ഞാൻ ടെറസിൽ കയറിയതാണ്. അപ്പം കാന്താരി പിന്നെ നമ്മുടെ ബജിമുളകൊക്കെയാണ് ഇന്ന് വിളവെടുക്കുന്നത്. വേണ്ട ബജിമുളക്, പിന്നെ ലൂബിക്ക കുറച്ച് പറിച്ചുകൊണ്ടിരിക്കുക. കണ്ട ലൂബി മരം. അപ്പോൾ ഇന്ന് ഈ ലൂബിക്ക അച്ചാറാക്കണം. രണ്ട് പാത്രത്തിലായിട്ട് പറിച്ച് വെച്ചേക്കുക. ഇക്ക ഷെയ്ഡിലിറങ്ങിയെന്ന് പറിക്കുക ലൂബിക്ക. നമ്മൾ പറിച്ച ലൂബിക്ക അച്ചാറാക്കാനുള്ള പരിപാടിയിലാണ്. പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ എണ്ണ ചൂടായപ്പോൾ കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും, കൊത്തിയരിഞ്ഞ ഇഞ്ചിയും, ഒരു പിടി വെളുത്തുള്ളി, കറിവേപ്പിലയും വഴറ്റാനിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കുവാണ്. ഇപ്പം ഞാൻ ഈ ഒരു സ്പൂണിന് ഒരു 5 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി ചേർത്ത് മുളക് പൊടി ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഈ ഒരു സ്പൂണിന് ഒരു 1/4 സ്പൂൺ ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ചൂടാക്കണം. മഞ്ഞൾപ്പൊടി ഇട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന്. അപ്പോൾ അത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചതിലേക്ക് എൻ്റെ കൈക്ക് ഒരു കൈപ്പിടി കല്ലുപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ലൂബിക്ക ഇട്ട് കൊടുക്കാം. നമ്മൾ പറിച്ച് കഴുകി വെച്ചേക്കുന്ന അത്രയും ലൂബിക്കായും ഇതിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലൂബിക്ക ഇട്ട് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ഇത് നല്ലോണം തിളയ്ക്കണം. നമുക്കിത് ഈ ഒരു സ്പൂണിന് 2 സ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കായപ്പൊടിയാണ്. കായപ്പൊടി ഉലുവാപ്പൊടിയേക്കാളും അധികം വേണം. അപ്പോൾ ഒരു 3 സ്പൂൺ, നമുക്ക് ഈ ഒരു സ്പൂണിന് 3 സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഇളക്കി മിക്സ് ആക്കാം. ഈ ലൂബിക്കക്ക് ഭയങ്കര പുളിപ്പാണ്. അപ്പോൾ ഈ പുളിപ്പ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. പഞ്ചസാര ഇത് കണ്ട 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഒന്ന് ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇനി അച്ചാർ നല്ല തിളയ്ക്കണം. ഈ വെള്ളം ഒന്ന് തിളയ്ക്കണം. അത്രയേ ഉള്ളൂ അതിൻ്റെ പ്രോസസ്സിങ്. തിളച്ച് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരല്പം വിനാഗിരിയും കൂടി ചേർക്കും.